ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അസ്സലാമു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ്തക്കൻ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു കലക്കിപ്പാർന്ന അപ്പം കേട്ടോ. അപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായ ഒരു അപ്പമാണല്ലോ. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ കുറച്ച് പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് നല്ലപോലെ അങ്ങോട്ട് നൈസായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഇപ്പോഴും ഇങ്ങനെയുള്ള അപ്പമൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തവർ കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അവിടെയൊക്കെ ഒരുപാട് പേര് എന്നോട് എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് ചെയ്യുന്നത്, അരി എങ്ങനെ അരയ്ക്കേണ്ടത്, വേറെ എന്തെങ്കിലും അതിൻ്റെ കൂടെ കലർത്തണോ, പൊടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലും ചേർത്തണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ ഞാനിതിൻ്റെ വീണ്ടും ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ പച്ചരി തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അത് നൈസായിട്ട് അരച്ചെടുക്കണം കേട്ടോ. വെള്ളം പോലെ അങ്ങോട്ട് നൈസായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കലാണ്. വേറെ ഒന്നും ചേർക്കണ്ട, ഉപ്പ് മാത്രം ചേർത്താൽ മതി, വേറെ ഒന്നും ചേർക്കണ്ട. അപ്പോൾ ഇത് അറിയുന്നവർക്ക് വേണ്ടിയല്ല കേട്ടോ ഞാൻ പറയുന്നത്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് ആക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യം രണ്ടെണ്ണം ചുട്ടിട്ട് പിന്നെ വെള്ളം വേണമെങ്കിൽ വീണ്ടും അങ്ങനെ കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാറാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ അരച്ച് റെഡിയാക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ ഒക്കെ അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. എന്തായാലും നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ചിങ്ങനെ തെറിക്കും, വെള്ളം ചിന്തും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അത് വഴിക്കൊന്ന് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ നല്ല ഉറക്കമാണ്, അവരൊന്നും എണീറ്റിട്ടൊന്നുമില്ല. പിന്നെ ഇന്ന് അയാദിലിന് മദ്രസയിൽ പരിപാടിയൊക്കെ ഉണ്ട്, സലാത്ത് വാർഷികമാണ്. അപ്പോൾ ഇന്നാണ് അവൻ്റെ നബിദിനത്തിൻ്റെ പരിപാടികളൊക്കെ, ഇന്ന് രാത്രിയാണ് കേട്ടോ. ദഫ് മുട്ടും പിന്നെ കഥ, പ്രസംഗം, പാട്ട്, അങ്ങനെ ഒരുപാട് പരിപാടിയിലൊക്കെ അവൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനും ഇന്ന് പോകണം. അങ്ങനെ ഞാനിത് ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിക്കാൻ പോവുകയാണ്. പിന്നെ കുടിക്കാനുള്ള വെള്ളം ആദ്യം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ അടുപ്പത്ത് തന്നെ അപ്പം ഉണ്ടാക്കാനാണ്. അപ്പോൾ ഗ്യാസൊന്നും ഈ സമയം കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോഴൊക്കെ കിട്ടി, വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ ഗ്യാസ് എത്തിയിട്ടുണ്ട്. അങ്ങനെ അതാ ചായയൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഗ്ലാസ് ചായ കുടിച്ച് കഴിഞ്ഞ ശേഷമാണ് ഇനി അടുപ്പിൻ്റെ അവിടെയൊക്കെ നിൽക്കുക കേട്ടോ. മക്കളൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ അവർ ഞാൻ ഇന്നിപ്പോൾ നല്ലോണം ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇന്നിപ്പോൾ മദ്രസയൊന്നുമില്ല, വെള്ളിയാഴ്ചയാണ്. പിന്നെ ഇന്ന് സ്കൂളിലേക്കൊന്നും പോകണില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചൊന്ന് ഉറക്കമൊക്കെ ഒഴിക്കേണ്ട ദിവസമല്ല. അപ്പോൾ പകലൊക്കെ നല്ലോണം ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ, കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇന്ന് സ്കൂളിലേക്കൊന്നും അയക്കണമൊന്നുമില്ല. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അപ്പം ചൂടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കണമൊന്നുമില്ല. തലേ ദിവസം കുറച്ച് ചിക്കൻ്റെ കറി വെച്ചിരുന്നു. അപ്പോൾ ആ ചിക്കൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് തന്നെ ഇതിന് മതിയാക്കി. അപ്പോൾ ഞാൻ ആദ്യം ഒരു അപ്പം ഇങ്ങനെ ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ അതൊരു കുറച്ച് കട്ടി പോലെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു. അപ്പോൾ നമ്മൾ ഈ മാവ് ഇങ്ങോട്ട് ദോശക്കല്ലിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചീന്ന് ഇതേപോലത്തെ ഒരു സൗണ്ട് അങ്ങോട്ട് വരണം കേട്ടോ. എപ്പോഴും ദോശക്കല്ല് നല്ലോണം ചൂടായിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോഴേ ആ അപ്പം അങ്ങോട്ട് ശരിക്കും സെറ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. പെട്ടെന്ന് ആവും ഈ പണി. വേഗം നമുക്ക് ചുട്ടെടുക്കാനും കഴിയും. പിന്നെ കറികളൊന്നും ഇല്ലെങ്കിലും കട്ടൻ ചായൻ്റെ കൂടെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും വയസ്സായവർക്കും ആർക്ക് വേണമെങ്കിലും കഴിക്കാട്ടോ. വയറ്റിനൊരു കേടും ഉണ്ടാകില്ല. നമുക്കൊരു നെഞ്ചരിച്ചലോ പുളിച്ചതേട്ടലോ അങ്ങനെ ചിലർക്ക് ഈ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കുമ്പോഴൊക്കെ അതുപോലെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. നൂൽപ്പെട്ട് കഴിക്കുമ്പോഴും നമുക്ക് അങ്ങനെയൊക്കെ ചിലവർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടെണ്ണോ കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞ് കിട്ടും. അടിപൊളിയാണ്. കറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിതങ്ങനെ ഓരോന്നൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പോകുമ്പോഴേക്കും കറികളൊക്കെ ഉണ്ടാക്കി ചോറും കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് തുണി അലക്കലെല്ലാം കഴിയണം കേട്ടോ. പാലെടുക്കാൻ പോകുമ്പോഴേക്കും. അപ്പോൾ 9:40 ബസ് വരിക. അപ്പോഴേക്കുള്ള പണികളൊക്കെ പെട്ടെന്നൊക്കെ തീർക്കാനാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോ എൻ്റെ മോൻ്റെ ദഫ്മുട്ടുകളിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇട്ടത്. അതൊക്കെ ഒരുപാട് പേര് കണ്ടു, എല്ലാവരും ലൈക്ക് അടിച്ചു, കമൻ്റ് ഇട്ടിരുന്നു, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ ഈ വീഡിയോയും നിങ്ങളതുപോലെ കണ്ട് സഹകരിക്കണേ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത്. ഇപ്പം തന്നെ ഒക്കെ ഒന്ന് ലൈക്ക് അടിച്ചോളൂ. അപ്പോൾ ഞാനിങ്ങനെ ഒട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഓരോ അപ്പം ചുട്ടിട്ട് മടക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു. പിന്നെ ഇതൊരു പരിപ്പ് കറി പെട്ടെന്ന് പോകുമ്പോഴേക്കും വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരിപ്പിൻ്റെ കൂടെ തന്നെ എല്ലാ പച്ചക്കറികളും മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങയും വാഴക്കയും ചൊരക്കയും അങ്ങനെ എല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതെല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ട് ഒരുമിച്ച് തന്നെ ഞാൻ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ.
പിന്നെ കുറച്ച് വെണ്ടയ്ക്കയുണ്ട്, അതൊന്ന് വേറെ ചട്ടിയിൽ അതൊന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. ആദ്യം പരിപ്പ് വേവിച്ച് പിന്നെ കഷ്ണങ്ങൾ വേവിക്കാനൊക്കെ നോക്കുമ്പോൾ ഒരുപാട് നേരമാകുമെന്ന് വെച്ചിട്ട്. പിന്നെ മാത്രമല്ല ഇതിപ്പോൾ ഒരു ഓറഞ്ച് കളർ പരിപ്പാണ്, മൈസൂർ ദാൽ പരിപ്പ്. അത് പെട്ടെന്ന് ഇത് നമ്മൾ കഷ്ണത്തിൻ്റെ ഒപ്പം തന്നെ ഇട്ടാലും മതി കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഒരു നേരിയ പുളിവെള്ളം കേട്ടോ, കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അതിനുശേഷം തേങ്ങ അരച്ചതും ഒഴിച്ചിട്ട് കറി അങ്ങോട്ട് കടുക് വറുത്തെടുക്കുക തന്നെയാണ്. അപ്പോൾ ഉച്ചക്കലേക്കുള്ള കൂട്ടാനും വേഗം റെഡിയാക്കിയിട്ടാണ്. അപ്പോൾ ഉമ്മ ഇരുന്നിട്ട് കുറച്ച് കഷ്ണങ്ങൾ പച്ചക്കറികളൊക്കെ മുറിച്ച് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ആ കറിയൊക്കെ കടുക് വറുത്ത് ഒഴിക്കുകയാണ്. എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെയാണ് ഉപ്പേരിയും വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഓരോ പണികൾ വേഗം ഒരുക്കിയെടുക്കുകയാണ്. അടുപ്പിൽ തീ കെട്ട് പോകുമ്പോഴേക്കും തന്നെ ഓരോന്ന് വേഗം ചെയ്യാനാണ്. അപ്പോൾ ഈ കിറ്റ് പച്ചക്കറിയിൽ നിന്ന് കുറച്ച് കേബേജും കൊത്തവരയും ബീൻസും എല്ലാം കുറേശ്ശെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ മുറിച്ചിട്ട് ഒന്ന് മിക്സ്ഡ് മെഴുക്ക് വരട്ടിയിട്ടാണ്, മിക്സ്ഡ് ഉപ്പേരിയാണ് വെക്കുന്നത്. അപ്പോൾ എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചമുളക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തോരനായിട്ടും വെക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഉമ്മക്ക് ഒരുപാട് ചെറുതായിട്ട് അങ്ങോട്ട് മുറിക്കാനൊന്നും കിട്ടില്ല, എന്നാലും ഉമ്മാനെ കൊണ്ടാവുന്ന പോലെ രീതിയിലൊക്കെ മുറിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബീൻസ്, കൊത്തവര, കേബേജ് കേട്ടോ എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ഉപ്പേരിയാക്കി എടുക്കാനാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് തേങ്ങ ചെറിയതും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണല്ലോ. അതുപോലെ തന്നെ കുറേ പേര് എന്നോട് വാച്ച് ഓവർ ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് കമൻറ്റിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ ഇവർ കാണുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ വാച്ച് ഓവറൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്ക് കുറേ വീഡിയോ ഒക്കെ ഇടാൻ മുടങ്ങിയത് കൊണ്ട് തന്നെ വാച്ച് ഓവറൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ. കിട്ടിയ വാച്ച് ഓവറൊക്കെ ഒന്ന് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി തുടർച്ചയായിട്ട് വീഡിയോ ഇടണം കേട്ടോ. അപ്പോൾ പുതിയ യൂട്യൂബറൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ മുടങ്ങാതെ തന്നെ ഇട്ടോളൂ, വീഡിയോയ്ക്കൊന്നും മുടക്കമൊന്നും തട്ടിക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് 9:40 ബസ്സിന് ഞാനിത് പാലെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ അതിലൂടെ പോകുന്ന PTS ബസ്സാണ്. ഇപ്പോൾ ഇത് പട്ടാമ്പിക്കാണ് കേട്ടോ നേരെ പോകുന്നത്. ഞാൻ മരുദൂരാണ് ഇറങ്ങുക. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുള്ളൂ കേട്ടോ. പിന്നെ വരുമ്പോൾ ഞങ്ങൾ സ്കൂട്ടിയിൽ ഒരുമിച്ചിട്ടാണ് വരാറുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ വീട്ടിലെത്തി. അപ്പോൾ വൈകുന്നേരം മഗ്‌രിബിൻ്റെ മുമ്പായിട്ട് അതിൽ പോവുകയാണ് കേട്ടോ മദ്രസയ്ക്ക്. അപ്പോൾ അവനക്ക് ദഫിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ യൂണിഫോമൊക്കെ ഇട്ട് പോവുകയാണ്. അപ്പോൾ നീല കോട്ട് നീല തൊപ്പിയാണ്, അത് കളിക്കാൻ നേരം ഇട്ടാൽ മതി എന്നാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ കറുത്ത പാൻറ്റും വെള്ള ജുബയും പിന്നെ ഷൂവും ഒക്കെ ഇട്ടിട്ട് അവൻ പോവുകയാണ് കേട്ടോ. സലാം പറഞ്ഞിട്ട് അവൻ ഇറങ്ങി. അപ്പോൾ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ ഞാനും മോളൊക്കെ പോയി സലാത്തിലൊക്കെ പങ്കെടുത്ത്. പിന്നെ കുട്ടികളുടെ പരിപാടിയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കുറേശ്ശെ തന്നെ കാണിക്കുന്നുള്ളൂ. ഇത് അതിലും വേറൊരു കുട്ടിയും കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു സംഭാഷണമാണ്. പിന്നെ അവൻ്റെ ഒരു പാട്ട്, പ്രസംഗം, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം ഇതിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, വീഡിയോ ലെങ്ത്ത് കൊടുന്ന് വെച്ചിട്ട്. പിന്നെ ഇതാ ആ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൊല്ലവും നബിദിനത്തിന് ഇതുപോലെ കുറേ സമ്മാനങ്ങളൊക്കെ ഇവിടെ കിട്ടാറുണ്ട്. അപ്പോൾ ആൺകുട്ടികൾക്ക് വേറെ പെൺകുട്ടികൾക്ക് വേറെ അങ്ങനെ കുറച്ച് ദഫ് മുട്ട് കളിച്ചവർക്കും ഫ്ലവർ ഷോ കളിച്ചവർക്കൊക്കെ ഒരു പ്രത്യേകം കുറച്ച് കൂടുതൽ പ്രൈസൊക്കെ ഉണ്ടാകും. പിന്നെ പഠിപ്പിനും കയ്യെഴുത്തിന് ഹാജറിന് പിന്നെ പരീക്ഷൻ്റെ മാർക്കിന് അങ്ങനെ എല്ലാത്തിനുമുള്ള സമ്മാനങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയപ്പോൾ പിറ്റേ ദിവസം അതൊക്കെ അവിടെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിലുള്ളവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സ്റ്റാറ്റസും കൂടി വെക്കാമെന്നൊക്കെ കരുതി. പിന്നെ യൂട്യൂബിലും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ്മാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ സന്തോഷമാണെങ്കിൽ അത് നിങ്ങളിലായിട്ട് ഷെയർ ചെയ്യുമ്പോഴല്ലേ ആ സന്തോഷത്തിനൊരു വലിയ സന്തോഷമൊക്കെ ആവുള്ളൂ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ മക്കൾക്ക് കിട്ടിയ നബിദിന സമ്മാനങ്ങൾ. അപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്ക് ഉമ്മമാർക്ക് അടുക്കളയ്ക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്ക് സന്തോഷം, ഉമ്മമാർക്ക് അതിൽ ഇരട്ടി സന്തോഷമാണ് കേട്ടോ. ഇതിവിടെ അടുത്തുള്ള കരിമ്പുള്ളി, പട്ടാമ്പി, ഓങ്ങല്ലൂർ, മരുതൂർ അങ്ങനെയുള്ള ഒരുപാട് കടകളിൽ നിന്നിട്ടൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ നബിദിനത്തിന് ഈ മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ വകയാണ് കേട്ടോ ഈ സമ്മാനങ്ങളൊക്കെ. പിന്നെ ഇവിടെയുള്ള ഒരുപാട് ചെറുപ്പക്കാരന്മാരുണ്ട് കേട്ടോ. അപ്പോൾ അവരും കൂടി ഒന്ന് നല്ലപോലെ പ്രയത്നിച്ചിട്ടുണ്ട് ഇവർക്ക് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവിടെയും പോയി പറഞ്ഞിട്ടൊക്കെയാണ് അതൊക്കെ ഒന്ന് സ്പോൺസറൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇതിന് വേണ്ടി ഒരുപാട് പേര് നല്ലപോലെ സഹകരിച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ എന്തായാലും മക്കളുടെ സന്തോഷമാണ് അവരും കൂടി നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞു മക്കളുടെ സന്തോഷമാണല്ലോ എല്ലാവർക്കും വലുതല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.